തിങ്. കാരണം നോക്കൂ, സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും CPM ആണ് നിയന്ത്രിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നാം ചർച്ച ചെയ്തത് മുഴുവൻ ഇന്നലെ വരെ സന്ദീപ് വാര്യരുടെ വരുന്നത് വരെ CPM നിശ്ചയിച്ച അജണ്ട പ്രകാരമാണ് പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ നടന്നത്. അതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടായി? PPDVA വിഷയം പാലക്കാട് വലിയ ചർച്ചയായില്ല, നെൽകർഷകരുടെ വിഷയം ചർച്ചയായില്ല, SFIO വിഷയം ചർച്ചയായില്ല. ഏതെങ്കിലും തരത്തിൽ BJP CPM ബന്ധമെന്ന് പറഞ്ഞുണ്ടെങ്കിലും അതൊന്നും വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ടായി. ചുരുക്കത്തിൽ CPM നിശ്ചയിച്ച പ്രചരണത്തിൻ്റെ അജണ്ടയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വീഴുകയായിരുന്നു. അത് സ്ട്രാറ്റജിക്കലി CPM-നെ സംബന്ധിച്ച് വിജയകരമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. ശരിയല്ലേ? സംശയമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ ചർച്ചകൾ, വിവാദങ്ങളൊക്കെ പലപ്പോഴായി UDF-ഉം LDF-ഉം തമ്മിലുള്ള തർക്കത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് BJP-യുമായുള്ള ഒരു വാഗ്വാദം ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഇപ്പോൾ ഞാനും ദീപക് മലമയും സാനിയോ മനോമി ഒപ്പം ഇക്ബാൽ ഉൾപ്പെടെയുള്ള 4 പേർ ഏതാണ്ട് 1 മാസം പിന്നിടുകയാണ് പാലക്കാട്ടെത്തിയിട്ട്. BJP-ക്ക് മറുപടി പറയാനുള്ള വിവാദങ്ങളിൽ നിന്ന് മാറി അവർ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അത് ഒരു പക്ഷേ 2 തരത്തിലുണ്ട്. ഒന്ന്, സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ക്യാമ്പ് ചെയ്യുന്നു, വലിയ ഓളങ്ങളില്ലാതെ അടിത്തട്ടിൽ വർക്ക് ചെയ്യുന്നു. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ടു പിന്നാലെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് UDF ആണ്. കാരണം കോൺഗ്രസിന് നമുക്കറിയാം സംസ്ഥാനത്ത് പലയിടങ്ങളിലും സംഘടനാ സംവിധാനം ദുർബലമാണ്. ഇവിടെ വാർഡ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നു, ബ്ലോക്ക് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റിയൊക്കെ പുനഃസംഘടിപ്പിച്ച് ശക്തരായ നേതാക്കളെ രംഗത്തിറക്കുന്നു, കൃത്യമായി വോട്ട് ചേർക്കുന്നു. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കോൺഗ്രസ് നേരത്തെ പൂർത്തിയാക്കി. KPCC ജനറൽ സെക്രട്ടറിയായ അബ്ദുൾ മുത്തലീബ്, ബാബുരാജ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഇവിടെ ക്യാമ്പ് ചെയ്യിപ്പിക്കുന്നു. മറ്റ് ജില്ലകളിൽ നേതാക്കളെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്യാമ്പ് ചെയ്ത് കൃത്യമായി നിലമൊരുക്കി. പക്ഷേ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അല്പം അങ്ങോട്ട് പിന്നോട്ട് പോകാൻ വഴിയൊരുക്കി. നേരത്തെ അല്ലമീൻ സൂചിപ്പിച്ചതിന് അപ്പുറത്തേക്ക് ചില ഉൾപ്പിരിവുകൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴുമുണ്ട്. കാരണം ഞാനുൾപ്പെടെ പല മാധ്യമ പ്രവർത്തകരുമായി പലരും ഈ വോട്ട് ചോർത്താൻ ശേഷിയുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കാൻ പറ്റുന്ന ചില അട്ടിമറികൾ നടത്താൻ പറ്റുന്ന നേതാക്കളൊക്കെ നമ്മളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. കോൺഗ്രസിനകത്ത് ഉൾപ്പിരിവുണ്ട്, CPM-നകത്തുണ്ട്. പക്ഷേ BJP-ക്കകത്തുള്ള പ്രശ്നങ്ങൾ സന്ദീപ് വാര്യരുടെ കൂടുമാറ്റത്തോടെ പരിഹരിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ CPM-നകത്ത് നേരത്തെ നമുക്കറിയാം പാലക്കാട്ട് വലിയ തർക്കങ്ങളുള്ള വിഭാഗീയത രൂക്ഷമായ പ്രദേശമാണ്. കാരണം ഏറ്റവും മുതിർന്ന നേതാക്കൾ ഞങ്ങൾ എത്തിയപ്പോൾ 4-ാം ദിവസം ഒരു പരിചയവുമില്ലാത്ത ജില്ലാ നേതാക്കൾ അകത്തുള്ള മറ്റൊരു ജില്ലാ നേതാവിനെതിരെ ഒരു പരാതിയുമായി ചില തെളിവുകളുമായി സമീപിച്ച ഒരു കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ എവിടെയും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് കോൺഗ്രസിനകത്ത് സമാനമായി DCC-യുടെ കത്ത് പുറത്തുവിട്ടത് ഏറ്റവും മുതിർന്ന നേതാക്കളാണെന്ന് ഞങ്ങൾക്കറിയാം. അത് ചർച്ചയാക്കാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നു, കൺവെൻഷനുകളിലേക്ക് പോകുന്നു, എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന സന്ദേശം പൊതുപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ നൽകുന്നു. പക്ഷേ അതിനിടയിൽ കൃത്യമായ ചില ധാരണകളോടെ അപ്പുറത്തേക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്നു. കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. ആരൊക്കെ ജില്ലാ നേതൃത്വത്തിലുള്ള ആരൊക്കെ ഇവരൊക്കെ സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമോ എന്ന സംശയം നമുക്കുണ്ട്. കാരണം അവർക്ക് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് കൃത്യമായി അറിയാം. അവർ ഓരോ ക്യാമ്പിലേക്കും വിവരങ്ങൾ കൊടുക്കുന്നവർ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും, എല്ലാ ക്യാമ്പിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും. അതുകൊണ്ട് തന്നെ UDF ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്രയും മനോഹരമായ പ്രവർത്തനം നടത്തിയ മുന്നണി പാലക്കാട്ട് UDF അല്ലാതെ മറ്റാരുമല്ല. അത് മുഴുവൻ വെള്ളത്തിലാകുമോ എന്നതാണ് ഇവർക്കകത്തുള്ള വിഭാഗീയത. കാരണം മുരളീധരൻ പരസ്യമായി പറയുന്നത് നേരിട്ടല്ലെങ്കിലും കൃത്യമായ സൂചന മുരളീധരൻ നൽകുന്നുണ്ട്. കാരണം LDF-ഉം UDF-ഉമാണ് മത്സരമെന്ന് വീണ്ടും പറയുമ്പോൾ ഈ കണ്ണാടിയിലും ഒപ്പം ഉള്ള 1-2 ഇടങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ AK ബാലന്റെ ഭാഷയിൽ മാത്തൂരിൽ നിന്നൊക്കെ മതേതര വോട്ടുകൾ UDF-ലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള നീക്കമാണോ മുരളീധരന്റെ വാക്കുകൾ പ്രതിഫലിക്കുന്നത് എന്നൊക്കെ സംശയമുണ്ട്. ഞാൻ സായിലേക്ക് വരാം. സായി, എനിക്കൊന്ന് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി പഠിച്ച ഒരാളാണ്. അവിടെ കോൺഗ്രസ് കേഡർ സ്വഭാവത്തിലാണ് ചേലക്കരയിൽ പ്രവർത്തിച്ചതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷേ അത്ര മികച്ച സംഘടനാ പാഠവും ചേലക്കരയിൽ കോൺഗ്രസ് കാട്ടി. പക്ഷേ ഇവിടെ CPM-ന് Meet the editors.